അസ്സലാമു അലൈക്കും. ഗ്രൂപ്പിലുള്ള മാന്യ സഹോദരന്മാരെ, എനിക്കൊരു പോസ്റ്റർ കാണാൻ കഴിഞ്ഞു. ഈ ഗ്രൂപ്പിൽ അനീഫ സലാം എഴുതിയതാണ്. അതായത് ഞാൻ സംസാരിച്ച സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ നാമധാരികളായ സുന്നികൾ എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, യഥാർത്ഥത്തിൽ ഞാൻ ഈ പോസ്റ്റർ കാണുന്നത് ഇന്നാണ്. ഇന്ന് ഡേറ്റ് 13. പക്ഷെ ഞാൻ ഈ എന്തുകൊണ്ടെന്നാണ് എനിക്ക് കാണാൻ പറ്റാൻ, ഞാൻ ഈ ഗ്രൂപ്പ് ഞാൻ നോക്കിയിട്ടില്ല. കുറച്ച് ദിവസങ്ങളായി ഞാൻ നോക്കാത്തത്. അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് ഈ പോസ്റ്റർ കാണാൻ കഴിഞ്ഞത്. അല്ലാഹു അനുഗ്രഹിച്ചു. അതിൻ്റെ പേരിലാണ് എനിക്ക് മറുപടി പറയാൻ പറ്റാതെ വന്നത്. ഇപ്പോഴും അൽഹംദുലില്ലാ അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുന്നു. നാമധാരികളായ സുന്നികൾ എന്ന് പറയാനുള്ള കാരണം വെറുതെ പറഞ്ഞതല്ല. സുന്നി ആവണമെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് സുന്നി. അതായത് കിതാബുല്ലാഹ് വ സുന്നത്തി റസൂലില്ലാഹ്, അള്ളാഹുവിലും പ്രവാചകൻ്റെ ചര്യയിലും വിശ്വസിക്കുന്നവർ, അവരാണ് സുന്നികൾ. അപ്പം പ്രമാണമടിസ്ഥാനത്തിലും സഹിയ ഹദീസ് കൊണ്ടും നമ്മൾ ഫോളോ ചെയ്യണം. ഖുർആൻ ഒന്നാം പ്രമാണം ഖുർആൻ, രണ്ടാം പ്രമാണം സഹിയ ഹദീസ്, മൂന്നാം പ്രമാണം ഇജ്മാഹ്, നാലാം പ്രമാണം ഖിയാസ്. പക്ഷെ അതൊക്കെ ഈ രണ്ട് ഭാഗങ്ങൾ വിശദീകരിക്കാൻ ഇപ്പം സമയം കൂടി വരും, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഇത് ഇജ്മാഹും ഖിയാസും. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം പ്രമാണമായ ഖുർആനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അള്ളാഹുവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ ലോകത്തിൽ ഈ ഖുർആൻ ഇറക്കുമതി ചെയ്തതും പ്രവാചകന്മാരെ നിയോഗിച്ചതും ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. ആരാധനക്കർഹൻ അള്ളാഹ് മാത്രം. അത് എന്ത് ചെയ്തു? നമ്മുടെ നാമധാരികളായ സുന്നികൾ സ്ഥാപനങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനൊക്കെ അർത്ഥം കൊടുത്തത് ആരാധനക്കൻ അർഹൻ അള്ളാഹ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിർത്തലാക്കി. പക്ഷെ അതിൻ്റെ ഘടകങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. തൗഹീദ് റുബൂഹിയ്യ, തൗഹീദ് ഉലൂഹിയ്യ, തൗഹീദ് അസ്മാ സിഫാത്ത്, ഇതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കാനുണ്ടെങ്കിൽ വർഷങ്ങളോളം സമയം വേണ്ടിവരും. അത് വിശദീകരിച്ചിട്ടില്ല. ആര്? ഞാൻ പറഞ്ഞ ഈ മുസ്ലിയാക്കന്മാരെന്ന് പറയാം. അപ്പം എത്രമാത്രം എന്ന് പറഞ്ഞാൽ ആ തൗഹീദ് നമ്മൾ എന്തുകൊണ്ട് ആ തൗഹീദിൻ്റെ വിശദീകരണം എന്തുകൊണ്ട് പഠിപ്പിച്ചിട്ടില്ല? അതിൻ്റെ പേരിലാണ് നമുക്ക് ഇന്ന് പല അബദ്ധങ്ങളും വന്നിരിക്കുന്നത്. ഭൗതികാരാധന പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആരെയായിരുന്നാലും, പ്രവാചകന്മാരായിരുന്നാലും ഏത് ഔലിയാക്കന്മാരായിരുന്നാലും വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഭൗതികാരാധന. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. അതിലേക്ക് വേണ്ടിയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം മക്കയിൽ ത്യാഗത്തിൻ്റെ തീച്ചൂളിൽ മുങ്ങിക്കുളിച്ചത്. അതാണല്ലോ നമ്മൾ ഖുർആൻ പറഞ്ഞിരിക്കുന്ന, നമ്മൾ ലോക മുസ്ലിമുകളെല്ലാവരും നമസ്കാരം നിർവഹിക്കുന്നവരാണല്ലോ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ആരാധിക്കുന്നവരോട് മാത്രം സഹായം ചോദിക്കുന്നു. ഖുർആൻ. അതേസമയത്ത് മറ്റു പല ധാരാളക്കണക്കിന് ഇത്തരം അള്ളാഹുവിനെ ആരാധിക്കാനും അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ആയത്തുകളുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. 100 പ്രാർത്ഥനകളുണ്ട്. അതിലേക്ക് തന്നെയാണല്ലോ ഖുർആൻ ഇറങ്ങിയത് തന്നെ. അപ്പോൾ അതേ സമയത്ത് സൂറത്ത് ഫാത്തിർ
14 നമ്പർ ആയത്ത്. ഇൻ തദൂലായ സ്മൂദ് വായിക്കും. ഞാൻ ഓതുന്നില്ല, എന്തുകൊണ്ട് സമയം വർദ്ധിക്കും. നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളെ വിളി കേൾക്കുകയില്ല, ഉത്തരം ചെയ്യുകയില്ല. ഇനി കേട്ടെങ്കിൽ സങ്കല്പിച്ചാൽ പോലും അവർ ഉത്തരം ചെയ്യുകയില്ല. ഇത്തരം ഷിർക്കിനെ പങ്കുചേർത്ത് നാളെ ഖിയാമത്ത് നാൾ വിളിച്ചിട്ട് ആരൊക്കെയാണോ വിളിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നത്, നിരീക്ഷങ്ങളായിരുന്നാലും ബദരീങ്ങളായിരുന്നാലും നബി ഒരു ചോദ്യങ്ങൾ ഇവരോട് പറഞ്ഞിരുന്നു വിളിച്ച് പ്രാർത്ഥി. ഞങ്ങൾ അറിയില്ല റബ്ബെ, അവന് ശരി. അപ്പം നമ്മളെന്താ ഇവിടെ മുശ്രിക്കായിത്തീരും, ഷിർക്ക് ചെയ്തവരായി. പിന്നെ നരകം. അത് ഇമാം ഖുതീബിയുടെ തഫ്സീറിൽ കൊടുത്തിരിക്കുന്ന അതിൽ ജിന്നും മലക്കും പെടും. മനസ്സിലായില്ലേ? ഇതാണ്. അതേസമയത്ത് അങ്ങനെ ധാരാളമൊക്കെ സൂറത്ത് അറാഫിൻ്റെ ആയത്തുകൾ 37 നമ്പർ ഒന്ന് പരിശോധിക്കുക. അവരുടെ റിസ്കിനെ പൂർത്തീകരിച്ചാൽ മലാക്കന്മാർ അവരുടെ റൂഹിനെ പിടിക്കാൻ വരും. അപ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചവരൊക്കെ എവിടെ പോയി? അവർ പറയും, ഞങ്ങളെയും വിട്ടേച്ചു പോയിരിക്കുന്നു, ഞങ്ങൾ തന്നെ സ്വന്തം നിഷേധികളായിരിക്കുന്നു. നിഷേധം എന്നാൽ കാഫറായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഇതാണ് ഖുർആൻ്റെ വിശദീകരണം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ ഇതിന് ഗൗരവം ഇവിടെ നമ്മുടെ ഇവിടെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ നമസ്കാരം നമ്മുടെ മുസ്ലിയാക്കന്മാർ പള്ളിയിൽ ഓതുമല്ലോ. അതായത് അവർ പറയും, ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ, നിനക്ക് മാത്രം ആരാധിക്കും, നിന്നെ മാത്രം ആരാധിക്കും, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നത്. നമ്മൾ പള്ളിയിൽ നമസ്കാര സമയത്ത് എല്ലാ മുസ്ലിയാക്കന്മാർ, ഇമാമായി നിൽക്കുന്ന മുസ്ലിയാക്കന്മാർ ഓതുമല്ലോ. ചില ആയത്തുകളും വന്നേക്കാം. വാനൽ മസാജിദ് ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളി അള്ളാഹുവിൻ്റെ ഭവനമാണ്. ആ ഭവനത്തിൽ വെച്ച് നിങ്ങൾ അള്ളാഹു എളുപ്പം ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. അതും ചിലപ്പം ഈ ഇമാമ് ഓതുന്ന സമയത്ത് അതും ഉണ്ടാകും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഫാത്തിഹ സൂറത്തിൻ്റെ ആയത്തും വന്നേക്കാം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ, പ്രവാചകൻ. ഉമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിലെ അനുഗ്രഹമായി ആക്കപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകന് വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ടോ ഇല്ലയോ അത് അള്ളാഹ്ക്കറിയാം. പക്ഷെ എന്നാൽ നമ്മൾ അതൊരു തൗഹീദാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ക്രിസ്ത്യാനികൾ അള്ളാഹുവിൻ്റെ പുത്രനാക്കി, മകനാക്കി ആദരിച്ച് അതുപോലെ എൻ്റെ പ്രവാചകൻ നിങ്ങൾ ആദരിച്ച് പുത്രനാവരുത്. അതിനു വേണ്ടി ഒരു ഉത്ബോധനമാണ് നമുക്ക് അള്ളാഹു തന്നിരിക്കുന്നത്. അതായത് അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഇബ്രാഹിം സ്വലാത്തിൽ കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം ചില വിശേഷ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് പള്ളിയിൽ നടക്കുന്നത്? മാലാ മൗലൂദുകൾ, കവിതകൾ ഉണ്ടാക്കിയ ബദറുമാല, മൈദിമാല, മങ്കൂസ് മൗലൂദ്, അങ്ങനെ എന്തൊക്കെ മാലാ മൗലൂദ്, അതിലൊക്കെ അതിൽ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്ന പദ്യങ്ങളാണ് അതിലുള്ളത്. അതിൻ്റെ നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മളൊന്നും വേണ്ട. നമ്മൾക്ക് ഈ തൗഹീദ് മനസ്സിലാക്കാൻ, ശിർക്കും കുഫറും മനസ്സിലാക്കാൻ വേണമെങ്കിൽ ഒന്നും വേണ്ട. ഒന്ന് മാല മൗലൂദ് എടുത്ത് പരിശോധിച്ച് നോക്കാം. പിന്നെ ഇവിടെ നിന്ന് ഖുർആൻ്റെ കുറഞ്ഞ ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് സംഗതി എളുപ്പം, വളരെയധികം മുമ്പ് മാതിരി ഇപ്പം പഠിക്കാൻ വളരെ എളുപ്പമാണ്. അത്രയും എളുപ്പമായി തൗഹീദ് മനസ്സിലാക്കാൻ വളരെയധികം എളുപ്പമാണ്. അത് പരിശോധിച്ചാൽ മതി, നമുക്ക് വിലയിരുത്താം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം നമ്മുടെ ഈ മുസ്ലിയാർ ഇങ്ങനെ നമസ്കാരത്തിൽ അള്ളാഹുവിനെ ആരാധിക്കേണ്ട വിഷയങ്ങളെല്ലാം പറഞ്ഞിട്ട് പിന്നീട് വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ അള്ളാഹു ഇല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ അവൻ്റെ ഷഹാദത്ത് ബാസിലാവൂലേ? ഇതാണ് ഇതിൻ്റെ ഗൗരവം. അപ്പോൾ അവരുടെ പ്രഖ്യാപനം ഉണ്ടല്ലോ, അതായത് നിങ്ങൾ ആരെയും വിളിച്ച് പ്രാർത്ഥിച്ചോ ഇലാഹല്ല എന്ന് കരുതിയാൽ മതി. ഇതാണ് അത്. ഇൻഷാ അല്ലാഹ് ഇഷ്ടംപോലെ ഇത്തരം വിഷയങ്ങൾക്ക് ധാരാളക്കണക്കിന് തെളിവുകളും പ്രമാണങ്ങളും പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ലോകജനങ്ങൾക്ക് എല്ലാവർക്കും സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.